ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മുളക് ബജിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് മുളക് ബജി തയ്യാറാക്കാൻ നോക്കിയാലോ. ഇതിലേക്ക് ആവശ്യമായ സാധനം മുളക്, ബജിമുളകാണ്. ഇത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഒരു തണ്ട് മല്ലിച്ചപ്പ്, സവാള ചെറുതായിട്ട് കുനുകുനാ നുറുക്കി വെച്ചത്, ഒരു സവാളയാണ് മീഡിയം സൈസിൽ, കടലമാവ്, ഒരു 2 ചെറിയ ബൗള് എന്നൊരു മുളക് ബജി എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മുളകെല്ലാം ഇങ്ങനെ കളയണം. ഇത് കളഞ്ഞില്ലെങ്കിൽ എരിവുണ്ടാവും, അതുകൊണ്ട് ഇതെന്തായാലും കളയണം. കളയാൻ വലിയ പണിയൊന്നുമില്ല, കണ്ടോ. ഇങ്ങനെ കളഞ്ഞെടുക്കുക. എല്ലാ കുറും കളയണം. കളഞ്ഞെടുക്കുക. എല്ലാം കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് മതി ഇത് റെഡിയാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ബൗളിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം, ശകലം ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു നുള്ള് അപ്പസോഡ, എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കൈക്കൊണ്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. കൈകൊണ്ട് കുഴച്ചാൽ കട്ടയെല്ലാം ഉടഞ്ഞ് റെഡിയായിട്ട് കിട്ടും. എന്താ മാവിൻ്റെ പരുവം ഇതാണ്. നല്ല ലൂസും അല്ല, നല്ല തിക്നെസ്സും അല്ല. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ നേരത്തെ കുനുകുനെ നുറുക്കി വെച്ച സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് കുറവ കൂടുതലാണെങ്കിട്ട് ഇടണം. തക്കാളി, ടൊമാറ്റോ സോസ് 4 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ ചൂടായി വരട്ടെ. നേരത്തെ കീറി വെച്ച ഈ മുളകിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഫില്ലിങ് കുറേശ്ശെ മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഓരോന്നായി നിറച്ചിടണം. തിരിച്ച് മറിച്ചിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ടോസിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്, എല്ലാവരും കഴിക്കും. ഈ തക്കാളി സോസിൻ്റെ കൂടെ കഴിക്കാനാണ് കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം.
എന്നാൽ താങ്ക് യു.